ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഈ സോഫ്റ്റ് ടോയ്സിൻ്റെ കോട്ടൺ യൂസ് ചെയ്ത് റീയൂസബിൾ പില്ലോസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. ഓൾഡ് സോഫ്റ്റ് ടോയ്സ് യൂഷ്വലി നമ്മളെ എല്ലാവരുടെ വീട്ടിലും കാണും. അത് നമ്മ ആർക്കും കൊടുക്കുകയോ അല്ലെങ്കിൽ കളയോ ആണ് സാധാരണ ചെയ്യൽ. അതിലുള്ള കോട്ടൺ യൂസ് ചെയ്ത് നമുക്ക് റീയൂസബിൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു പില്ലോ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുക. നമുക്ക് വീഡിയോ നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഓൾഡ് നൈറ്റി ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഓൾഡ് എന്ന് പറയുമ്പം ക്ലോത്ത് തിക്കായിട്ടിരിക്കണം, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. തിക്കായിട്ടില്ല ഒരു നല്ല നൈറ്റി. ഇനിഷ്യലി ഞാൻ നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത്. സ്ക്വയർ ആകുമ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ റൗണ്ടും സ്റ്റാറും എല്ലാം ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഈ നൈറ്റിയുടെ മേൽഭാഗം, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പില്ലോയുടെ ഒരു സൈസ് ഉദ്ദേശിക്കുന്നത് 18 ഇഞ്ചസിൻ്റെ ഒരു സ്ക്വയർ ഷേപ്പ് പില്ലോ ആണ്. 18 ഇഞ്ചസ് എന്ന് പറയുമ്പോൾ 18 മാർക്ക് ചെയ്യുന്നുണ്ട്. നാല് ഭാഗത്തും 18 ഇഞ്ചസ്. പിന്നെ നമുക്ക് പില്ലോ ലെവൽ ചെയ്യാനായിട്ടും പിന്നെ സ്റ്റിച്ചസിനെ ആയിട്ടും എക്സ്ട്രാ ഓരോ ഇഞ്ച് എല്ലാ ഭാഗത്തും. അപ്പോൾ ടോട്ടൽ കണക്ക് 20 ഇഞ്ചിൻ്റെ കണക്കിലാണ് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത്. ഇവിടെ കാണുന്നുണ്ടല്ലോ, ഞാനെല്ലാം മാർക്കിങ് ചെയ്യുന്നുണ്ട്. 18 പില്ലോൻ്റെ സൈസ്. എക്സ്ട്രാ സ്റ്റിച്ചസിനെയും കൂടി എടുത്ത് 20 കട്ടിങ് സൈസ്. ആ ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. ക്ലോത്ത് റെഡി ആയി കഴിഞ്ഞ് സ്ക്വയർ ഷേപ്പ് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നല്ല വൃത്തിക്ക് അയൺ ചെയ്തിട്ട് എടുത്താലും കുഴപ്പമില്ല. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ഈ ക്ലോത്തിനെ നമ്മൾ ഇതുമാതിരി തിരിച്ച് പിടിക്കണം. തിരിച്ച് പിടിച്ച് ബോർഡേഴ്സ് എല്ലാം നല്ല ലെവലായിട്ട് പിടിച്ചെടുത്തിട്ട് 4 ബോർഡേഴ്സും സ്റ്റിച്ച് ചെയ്യണം. കാണുന്നുണ്ടല്ലോ, നമ്മൾ ഇതിന് എക്സ്ട്രാ ആയിട്ട് വിട്ട് ആ 1 ഇഞ്ച് എല്ലാ സൈഡും വിട്ടുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ഇടണം. സ്റ്റിച്ച് ഇടുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക, താഴിലെ ക്ലോത്ത് മിസ്സാവാണ്ട് കറക്റ്റായിട്ട് ഈക്വലായിട്ട് പിടിക്കുന്ന മാതിരി ശ്രദ്ധിച്ച് സ്റ്റിച്ച് ഇടണം. ഇതിൻ്റെ ലാസ്റ്റിലെത്തുമ്പോൾ 1 ഇഞ്ച് വിട്ടിട്ട് അതേപോലെ തിരിച്ച് പിടിച്ച് രണ്ടാമത്തെ സൈഡ് ഇതേപോലെ 4 ഭാഗം നമ്മൾ അടിച്ചെടുക്കണം. ഇത് 4ാമത്തെ ഭാഗമാണ്. ഇതിൽ ലാസ്റ്റ് എൻഡിങ് പോയിന്റിൽ നമ്മളെ 1 ഇഞ്ച് അല്ലാതെ ഒരു 1.5 to 2 ഇഞ്ചസ് എക്സ്ട്രാ ഓപ്പൺ ആയിട്ട് വെക്കുന്നുണ്ട്. ഈ ഓപ്പണിൽ കൂടിയാണ് നമ്മൾ കോട്ടൺ ഇൻസർട്ട് ചെയ്യുന്നത്. കാണുന്നുണ്ടല്ലോ, ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇപ്പോൾ ഇതേപോലെ നമ്മൾ ഇതിന് ഡബിൾ സ്റ്റിച്ചും കൂടി കൊടുക്കണം. കൊടുത്ത് ഈ ലാസ്റ്റ് എൻഡിങ് പോയിന്റിൽ ഒന്ന് റഫ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, നമ്മൾ പില്ലോരെ ഔട്ട്ലൈൻ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള തുണിയെല്ലാം ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ക്ലോത്ത് തിരിച്ചിടും. അപ്പോൾ മാക്സിമം തുണി എത്ര പറ്റിയെങ്കിൽ അത്ര കുറക്കുന്നത് നല്ലതാണ്. എക്സ്ട്രാ തുണിയെല്ലാം കട്ട് ചെയ്തു. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നമ്മൾ കൊടുത്ത എക്സ്ട്രാ ആയിട്ട് വിട്ട ഓപ്പൺ ഏരിയ ആണ്. ഇതിൽ നിന്ന് നമ്മൾ ഈ ക്ലോത്ത് എല്ലാം തിരിച്ചിടണം. ശരിയായ വശം മുൻഭാഗത്തേക്ക് വരുന്ന മാതിരി എല്ലാം തിരിച്ചിടണം. കോട്ടൺ ക്ലോത്തും കുറച്ച് തിക്കായിട്ടുള്ള ക്ലോത്ത് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനിഷ്യൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഓപ്പൺ ഏരിയ കുറച്ചും കൂടി വലുതായിട്ട് എടുത്താൽ മതി. അതായത് ഞാനിപ്പോൾ 1.5 ഇഞ്ച് എടുത്ത് നിങ്ങളൊരു 2.5 ഇഞ്ച് 3 ഇഞ്ചസ് വെക്കാം. ഒന്നുമില്ല, ലാസ്റ്റിൽ അത് നമ്മൾ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. മാക്സിമം ആ പോയിന്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ആ ഓപ്പൺ ഏരിയ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലോത്ത് കോട്ടൺ തന്നെ കുറച്ച് തിക്കായിട്ടുള്ള ക്ലോത്ത് തന്നെ സജസ്റ്റഡ് ആണ്. ഇത് പറഞ്ഞാൽ നമുക്ക് നല്ല ഡ്യൂറബിലിറ്റി വേണമല്ലോ പില്ലോന്, അതുകൊണ്ട്. കണ്ടില്ലേ, ഇതുപോലെ എല്ലാ ക്ലോത്തും തിരിച്ച് മറുവശത്തേക്ക്, അതായത് ശരിയായ ഭാഗത്തേക്ക് നമ്മൾ തിരിച്ചിട്ട് കോർണേഴ്സ് എല്ലാം നന്നായിട്ട് ഷാർപ്പ് എഡ്ജസ് വരുന്ന മാതിരി എല്ലാം ശരിയാക്കി എടുക്കണം.
സോ നമ്മളെ പില്ലോ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ കോട്ടൺ ഇൻസേർട്ട് ചെയ്യണം. സോ ഇതാണ് നമ്മളെ ഓപ്പൺ. ഈ ഏരിയയിൽ നിന്നാണ് നമ്മൾ കോട്ടൺ ഇൻസേർട്ട് ചെയ്യുന്നത്. സോ കോട്ടൺ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നതിന് മുമ്പേ കോട്ടൺ എല്ലാം നന്നായിട്ടൊന്ന് ശരിയാക്കി എടുക്കണം. അതായത് ഓൾഡ് സോഫ്റ്റ് ടോയ്സ് ആയതുകൊണ്ട് നമുക്ക് അഥവാ ഇതിൽ വെള്ളം മറിഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു തണുപ്പ് പിടിച്ചിട്ടോ ഒന്ന് നമ്മളെ ഒരു ഇങ്ങനെ സ്റ്റക്കായ പോലെ ഉണ്ടാവും അത്. സോ അതിനെല്ലാം നന്നായിട്ടൊന്ന് ഇങ്ങനെ സിംഗിൾ സിംഗിളായിട്ട് നമ്മൾ ലെയർ ആയിട്ട് നന്നാക്കി എടുക്കണം കോട്ടന്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് പതുക്കെ പതുക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പില്ലോനെയാണ് ഉദ്ദേശിക്കുന്നത് കൊണ്ട് നന്നായിട്ട് കോട്ടൺ എത്രത്തോളം കോട്ടൺ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഡ്യൂറബിലിറ്റി നന്നായിട്ടിരിക്കും. കണ്ടില്ലേ, ഇതുപോലെ കോട്ടൺ നന്നായിട്ട് ആവുന്നത്ര കോട്ടൺ ഇതിലെല്ലാം ഇൻസേർട്ട് ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾ കോട്ടൺ ഇതിൽ വെച്ച് തുടങ്ങിയ പിന്നെ ഏകദേശം എല്ലാം ഫില്ലായ പിന്നെ ഒന്നും കൂടി ഒന്ന് ശരിയായിട്ട് പരന്ന് എല്ലാ ഭാഗത്തിലും കോട്ടൺ ഈക്വലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വലിയ വടിയോ വലിയ ഒരു കോട്ടനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് നന്നായിട്ട് എല്ലാ കോർണേഴ്സിലും മൂലകളിലും സൈഡിലും എല്ലാം നന്നായിട്ട് ഈക്വലായിട്ട് പരന്ന് വരുന്ന മാതിരി നമ്മൾ ഒന്ന് ശരിയാക്കി എടുക്കണം. കാണുന്നുണ്ടല്ലോ ഇതുപോലെ. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി എത്രത്തോളം കോട്ടൺ ഇതിൽ കൊള്ളുന്നില്ലതും കൂടി നമുക്കൊരു കണക്ക് കിട്ടും. കണ്ടില്ലേ, ഈ മുൻഭാഗത്ത് ഇത്രത്തോളം കോട്ടൺ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചേർക്കാൻ പറ്റും. സോ ഇതുപോലെ കോട്ടൺ എല്ലാം ചേർക്കണം. കണ്ടില്ലേ, ഇപ്പോൾ ഫുള്ളായിട്ട് കോട്ടൺ ചേർത്തു. നല്ല തടിച്ച് സോഫ്റ്റ് ആയിട്ടുള്ള തലാണ നമുക്ക് റെഡിയായി. സോ ഈ തലാണ നന്നായിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് നന്നായിട്ട് കുറേ ഒത്തിരി കോട്ടൺ നിറക്കുക. സോ നമുക്കിപ്പോൾ ലാസ്റ്റിൽ ഒരു ചെറിയ പണിയേ ഉള്ളൂ, അതായത് ഈ ഓപ്പൺ ക്ലോസ് ചെയ്യൽ. സോ ഇതിന് ഞാൻ നൈലാൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ലോക്കിംഗ് സ്റ്റിച്ചാണ്. അതായത് ഉൾഭാഗത്തുനിന്ന് ഉള്ളിൽ കൂടെ നമ്മൾ ഈ നൈലാൻ ത്രെഡ് എടുത്ത് മേലേക്ക് എടുത്തു. സോ ഇത് പാരലായിട്ട് രണ്ട് ഭാഗത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോകണം. പിന്നെ ഒരൊറ്റ പ്രാവശ്യം നമ്മൾ ഈ ത്രെഡ് വലിച്ചു പിടിച്ചാൽ മതി. ക്ലോത്ത് മടങ്ങി ആയിട്ട് ലോക്കിംഗ് സ്റ്റിച്ച് നമുക്ക് കിട്ടും. ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇതുപോലെ രണ്ട് ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പാരലായിട്ട് സ്റ്റിച്ച് ഇടുക. സോ ഈ സ്റ്റിച്ചെല്ലാം നമ്മൾ വലിച്ചു പിടിക്കുമ്പോൾ ഈ സ്റ്റിച്ച് ഒന്നും കാണില്ല. സോ ക്ലോത്ത് രണ്ട് ഭാഗത്തും ആയിട്ട് ഫോൾഡ് ആവും. സോ ഒരു 4-5 ക്ലോത്തിൻ്റെ തിക്നെസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരൊറ്റ പ്രാവശ്യം വലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് നൂല് വലിച്ച് കൊണ്ടുവരിക. കണ്ടില്ലേ, എവിടെയും നിങ്ങൾക്ക് സ്റ്റിച്ച് കാണുന്നില്ല. സോ ഇതുപോലെ ഫുൾ ക്ലോത്ത് ക്ലോസ് ചെയ്ത് ലാസ്റ്റിൽ നോട്ട് ഇടണം. സ്റ്റിച്ചിങ് കഴിഞ്ഞു, കണ്ടല്ലോ, എല്ലാം ക്ലോസ് ആയി. ഇപ്പം ഞാൻ നോട്ട് ഇടുന്നുണ്ട് ഇവിടെ. നമ്മളെ തലാണ റെഡിയായി. സോ പിന്നെ ശരിക്കും ഒന്ന് താത്തി കൊടുത്താൽ മതി. ഈക്വലായിട്ട് പഞ്ഞിയെല്ലാം ഉള്ളിൽ ഡിസ്ട്രിബ്യൂട്ട് ആവുന്ന മാതിരി. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടില്ല തലാണ റെഡിയായി. സോ ഇതുപോലെ നമുക്ക് ഓൾഡ് ടോയ്സിനെ കൊണ്ട് അതിലെ പഞ്ഞിനെ കൊണ്ട് നമുക്ക് നല്ല തലാണ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ തലാണ കവേഴ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ ഇതെല്ലാവർക്കും യൂസ് ആകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. സോ നിങ്ങളുടെ കോമെൻറ്റ്സ് എല്ലാം രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.